ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പോകുന്നപ്പോൾ നമുക്ക് സ്കൂളിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇതാ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ ഉദ്മേൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. സാധനം എന്ന് പറഞ്ഞാൽ ആകെ പെന്ന്, പെൻസില്, അതുപോലത്തെ കുറച്ച് ചെറിയ ചെറിയ സാധനം വാങ്ങാനുണ്ടായത്. അങ്ങനെ ഇതാ അവിടെ പോയിട്ടായിട്ട് സെറിഷിനെ നേരെ അവിടെ കൊണ്ടുപോയി എന്ത് വേണ്ടത് അതെല്ലാം എടുത്തു പറഞ്ഞിട്ട്. ഞാനപ്പോൾ മുന്നേ റെക്കോർഡ് വാങ്ങാൻ ഉണ്ടാകുമ്പോൾ ഞാൻ പെന്ന്, പെൻസിൽ അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ സെറിഷിന് വേണ്ട ഇതെല്ലാം എടുക്കുന്നതാണ്, പെന്ന്, പെൻസിൽ, ഇറേസർ അങ്ങനത്തെ എല്ലാം. ഞാനപ്പോൾ 2 പെന്നെടുത്ത്, ഞങ്ങൾക്ക് പെന്ന് വേണമെന്നാണ്. അങ്ങനെ പെന്നെടുത്തിട്ട് ഒരടി എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ അവിടെ കണ്ണടിയിലെല്ലാം നോക്കിയിട്ട് സെനയോട് പറയുമ്പോൾ സെന വരുന്നില്ല. അങ്ങനെ ഷെസാവും സെറിഷിതാ ഇറേസറെല്ലാം എടുത്തവർക്ക് ഒരുപോലത്തെ സ്കെയില് അങ്ങനത്തെ എന്തെങ്കിലും മെയിൻ സെനയോട് എല്ലാം പറയുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിൽ നടന്നുകൊണ്ടാണ് സേനാന്ന് അവർക്ക് ബാണ്ടെല്ലാം എടുത്ത് കൊടുക്കണ്ടേ. അപ്പം ഞാൻ സേന ഇങ്ങനെ ആരും ബൈക്കോണ്ടേന്. സേന അപ്പനോട് പറഞ്ഞു എനിക്ക് ബാണ്ടങ്ങളും എടുക്കണം. അപ്പം ഞാനെല്ലാം മുന്നേ വാങ്ങിയിന് നമുക്ക് ബാണ്ടതെല്ലാം. എന്നിട്ട് ഞാൻ സേന ഇല്ല പോകുമ്പോൾ സേനാനിങ്ങനെ ചൊറയിക്കോണേ. എന്നിട്ട് ഉമ്മ നോക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ ഉമ്മക്ക് വേണ്ട സാധനം ഓരോ നോക്കുന്നുണ്ട്. എനിക്ക് സെറിഷെല്ലാം മേങ്ങി റഫ് എടുക്കുക കുറച്ചിട്ടാണ് റഫ് വേണം പറഞ്ഞു. അങ്ങനെ റഫ് മേങ്ങി എന്നിട്ട് ഒരു നോട്ട് പാഡ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അത് അനക്കും വേണം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു നോട്ട് പാഡ് എടുത്ത് എടുക്കുന്നതാണ് സെറിഷിൻ്റെ ഓറും. അങ്ങനെ നോട്ട് പാഡ് പിന്നെ ഷെസാക്ക് ഹൈലൈറ്റർ വേണം പറഞ്ഞിട്ട് അത് മേങ്ങി. എന്നിട്ടായിട്ട് ഓള് പറഞ്ഞ് ഓറഞ്ചല്ല പിങ്ക് വേണ്ടി. അങ്ങനെ അത് വെച്ചിട്ട് പിങ്ക് എടുത്ത് കൊടുത്ത് നോക്ക്. അപ്പോൾ എനിക്ക് അവിടെ ആ ഇറേസർ കണ്ട്. അങ്ങനെ ഞാനിതാ ഒരു ഇറേസർ ആയി. അപ്പോൾ സെന പറഞ്ഞ് ഇത്ര വലുതായി നിൽക്കുന്നത് നിങ്ങനത്തെ ഇറേസർ ആയി. സെന വെക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്താ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഇറേസർ എടുത്തോളാം. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഞാൻ ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ആടുന്നെല്ലാം ബില്ലാക്കി. സെറിഷ് ആടെ നിന്നിട്ടുണ്ടായിന് ബില്ലാക്കുന്നതെല്ലാം നോക്കുന്നു ആടെ നിന്നിട്ട്. അങ്ങനെ ബില്ലാക്കിയിട്ട് ബാക്കിയായിട്ടാകുമ്പോൾ ഞാൻ എല്ലാവരും മുട്ടായും എടുത്ത്. അങ്ങനെ മുട്ടായി ആടുന്ന തന്നെ പൊടിച്ചിങ്ങനെ തോന്നുന്നു. സെൻറ്ററിപ്പോൾ ബാണാൻ അതിന് നേരെ ജ്വല്ലക്സ് ആയിരുന്നൊരു ഇവിടെയൊക്കെ പോയി. എന്താണെങ്കിൽ ഒക്കെ ടിഫിന്, ചെരുപ്പ് അങ്ങനത്തെ എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടിയില്ലല്ലോ. അങ്ങനെ നേരെ ആടെ പോയിട്ട് സെറിഷിന് പൗച്ചൊന്നും ഉണ്ടായിട്ട് ആടുന്ന്. അങ്ങനെ ഇവിടുന്ന് പൗച്ച് വാങ്ങി ഷെസം മിങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞോണ്ടേ ഇനി പിങ്ക് ക്യാപ്പ് ഉണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കീടിയുണ്ടായിനി പിങ്ക് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തൊന്ന് മേങ്ങിട്ടേ. അങ്ങനെ കുറേ സമയം ആടിയുണ്ടായി, ഞാൻ ആടിയിട്ടുണ്ടായി. അങ്ങനത്തെ ലാസ്റ്റ് എല്ലാം മേങ്ങിയിട്ടായി ബില്ലെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ നേരെ ആടുന്ന് വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു. സെറിഷ് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷവർമ്മ വേണോ. അങ്ങനെ നേരെ ബേക്ക് സോണിൽ കയറിയിട്ട് ആടുന്ന് ഷവർമ്മക്ക് ഓർഡർ എടുത്ത്. എന്നിട്ടാകുമ്പോൾ താഴ്ച കുറേ സമയമായിനി. നമ്മൾ ഓൾക്ക് ചെരുപ്പ് എടുക്കാൻ നേരത്ത് കുറേ നിന്നി. അങ്ങനെ ആടുന്ന് ഒരു റാപ്പിന് ഓർഡർ ആക്കിയപ്പോൾ ഓർ പറഞ്ഞ് ഇത് പാങ്ങണ്ടായിട്ട് അങ്ങനെ ഇത് വാങ്ങി. അങ്ങനെ അത് നോക്കി പൊട്ടല്ല എനിക്ക് വലിയ ഇഷ്ടമായിട്ട് അതിൻ്റെ റൊട്ടി എനിക്ക് ഓക്കെ ഉണ്ടായില്ല. അങ്ങനെ ഒരു ഷവർമാവും വന്ന് പിന്നെ സെറിഷ് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ തിന്നിട്ടല്ലായിട്ട് ഇതാ കയ്യാവുമ്പോൾ കടമീറുള്ള കുറേ കച്ചരി ഉണ്ടായി. അങ്ങനെ നമ്മൾ നേരെ പുറക്കേക്ക് റിട്ടേണായി. അപ്പോൾക്ക് ആദ്യം നോക്കണം ഗേറ്റ് ഉണ്ടായി. കുറേ സമയം കാത്തു. അങ്ങനെ ഞാൻ ക്ലാസ് രാത്രിയാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിട്ടതാണ്. അപ്പോൾ ഞാൻ കൈ കാണിക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി ഫ്ലാഷ് അടിച്ചിട്ട് നേരെ മഴനെ എടുക്കാണിട്ട് മഴനെ ഇങ്ങനെ എടുത്തോണ്ടായിന്. എന്നിട്ട് വെക്കണ്ട് പെട്ടെന്ന് ക്യാമറയിലേക്ക് വെള്ളയിട്ടാണ് പ്രാതം പോലെ. അങ്ങനെ ഇതാക്കി നേരെ പഴുക്കെത്തിയിട്ടായിട്ട് സന ബോയിൻ്റെല്ലാം ഇട്ടേച്ചിട്ടുണ്ടായിന്. അതിലേക്ക് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് സന എല്ലാം ആക്കുന്നുണ്ടായിന്. ഇങ്ങനത്തെ പണിയെല്ലാം സന എടുക്കില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും എടുക്കാമല്ലോ. ഷെസാക്ക് പിന്നെ സ്കൂളിലേക്ക് ആക്ടിവിറ്റി ഉണ്ടായിന്. അങ്ങനെ ഷെസ അവൾ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടായിന്. സന സെറിഷിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് പേര് എഴുതിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ടായിന്. ഇതാ ഷെസ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് അങ്ക് റെക്കോർഡ് ഉണ്ടായിന് എഴുതാൻ. അങ്ങനെ ഞാൻ അത് എഴുതി. ഓക്കെ, ഞാൻ അൺബോക്സിങ് ആക്കുന്നത്. ഇതെല്ലാം നമ്മൾ വാങ്ങിയ സാധനം. ഓക്കെ, നെക്സ്റ്റ് എടുക്കുന്നു. അതിലെടുത്ത് നെക്സ്റ്റ് ഇത് മീറ്റിനല്ലൊരു സൈഡാണ്. വിക്സ് എല്ലാം സ്കൂൾ കൊണ്ടുപോകാം സെറിഷ.
മല്ല മല്ലേ ഇത് പൊളിയില്ല ആയാ ഇതെന്റേതാവോ ഇല്ല നിൻ്റെത് എടുത്തോ നീ ചെരുപ്പ് മീൻ ആദ്യം രണ്ട് ചെരുപ്പ് ഓക്കെ മറിച്ചിട്ടോ ഓക്കെ ഓക്കെ ബൈ. അങ്ങനെ സേറിഷെല്ലാം അൺബോക്സ് ആക്കി ഇതാ ഇത്ര സാധനം ഞാനെടുത്ത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സേറിഷിന് മദ്രസ ഉണ്ടായതുകൊണ്ട് സേറിഷ് മദ്രസയിലേക്ക് പോയി. ഞാൻ പിന്നെ ഇസ്തിരി ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ട. അങ്ങനെ ഇസ്തിരി ഇട്ട് കോട്ടിന് മല ആയിട്ടെന്നിന് ഉമ്മ തുന്നി തന്നക്ക് കോട്ട്. അങ്ങനെ കോട്ടിന് മല ആയിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതാ യൂണിഫോം ഇട്ടിട്ട് ഇതാണ്ട് യൂണിഫോം ഇട്ടിട്ട് ബാഗിലൊന്നും ഞാൻ എന്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ട. അങ്ങനെ 2-3 ബുക്ക് ചെയ്യണേന് അങ്ങനെ അതെല്ലാം ബാഗിലിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കാലത്തെ പുട്ടുണ്ടായത്. അങ്ങനെ പുട്ട് കാലത്ത് എനിക്ക് ഫുഡ് വലിയ അങ്ങനെ തോന്നുന്ന ഇഷ്ടമില്ല. അങ്ങനെ നല്ല ചെള്ളിയിട്ട് തോന്നിയിട്ട് ഞാൻ നേരെ പോയി. ഞാൻ നടന്നിട്ട് സ്കൂളിൽ പോയി. അങ്ങനെ ഇതാണ് എൻ്റെ സ്കൂളിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ടായിന്, എൻ്റെ കുഞ്ഞാൻ്റെ മോളും ഉണ്ടായിന്. അങ്ങനെ ഓള് ചട്ടിനാട് സ്കൂളിൽ. അങ്ങനെ ഞാനിതാ സ്കൂളിലെ ഗേറ്റിൽ ഇങ്ങനെ ഇതെല്ലാം തൂക്കിയിട്ടുണ്ടായി സ്കൂളിൻ്റെ ഗേറ്റിലേക്ക് കയറുമ്പോൾ. അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞാവേ എൻ്റെ ക്ലാസ് എല്ലാവരും പോകുന്ന വേണ്ടിനാ അടുത്തോളം. പിന്നെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഫോണെല്ലാം ഇടല്ലോ. അങ്ങനെ ഫോൺ വെച്ചിട്ടുണ്ടേ. അങ്ങനെ ബാക്കിയുണ്ട് ഇതെല്ലാം എടുത്താണ് അതിനെത്തിയാണ് സ്കൂൾക്ക് പോകുന്നതല്ലോ. ചെറിയ ആൾ പഠിക്കുന്നവിടെ പറഞ്ഞത് സേറിഷ് പഠിക്കുന്നത് പാക്കേര ജമാഅത്ത് സ്കൂൾ അറിയുന്ന ആടെ സേസാന നൂറിലുതട്ടല്ലേ. അങ്ങനെ സേറിഷിൻ്റെ ഒരു സ്കൂളിലേക്ക് എത്തി. ഞാൻ പോയ പോലെ ഇങ്ങനെ കഥ പറഞ്ഞുതരാം ഇത് നോക്കിയിട്ട്. സേറിഷിൻ്റെ ചങ്ങായിമാരിൽ വന്നിട്ട് സേറിഷിനെ കൂട്ടിയിട്ട് സേറിഷ് അങ്ങനെ പോയി. അപ്പോൾ ഇതാണ് സേറിഷിൻ്റെ ക്ലാസ്. സേറിഷും ഷെസാവും മുന്നേ തന്നെ പഠിച്ചുകൊണ്ട് മാത്രം ഷെസാക്ക് ഇപ്പോൾ അവിടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഓരോ സ്കൂളിൽ വെൽക്കം നല്ല എഴുതിയിട്ട് ബലൂൺസ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഷെസ മുന്നോട്ട് പഠിച്ചുകൊണ്ട് അടുത്ത ടീച്ചേഴ്സിനെല്ലാം അറിയാമല്ലോ. ഷെസ അങ്ങനെ ടീച്ചേഴ്സിനോടെല്ലാം മുണ്ടുന്ന എണ്ണയും. എന്നിട്ട് ഇതാ ഓരോ പ്രവേശന ഉത്സവത്തിൻ്റെ ഇത് അടുത്ത PTA എടുത്ത മെമ്പറാണ് സേറിഷിൻ്റെ സ്കൂളിലത്തെ. അങ്ങനെ ഓരോ പ്രവേശനോത്സവത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓരോ നേരം റിട്ടേണായി സദാൻ സ്കൂളിലേക്ക്. ഷെസാപ്പൊക്കെ കഴിഞ്ഞിട്ടെല്ലാം വന്നെന്ന് തോന്നാറ്. അങ്ങനെ ഇതാ നൂറുലുദാലേക്ക് എത്തി. ഷെസാക്ക് പിന്നെ ഫസ്റ്റ് ടൈം നോക്കുമല്ലോ നൂറുലുദ സ്കൂൾ. അവിടെ പോയിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു ഇതുണ്ടായിന് ഷെസാക്ക്. അങ്ങനെ ഇതാ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾക്ക് ഫസ്റ്റ് ഡേ അല്ല എല്ലാവരും പാരൻസ് കൊണ്ടാക്കുമല്ലോ. സാധാരണ ഞങ്ങളിവിടെയൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഉമ്മ എല്ലാവരും കൊണ്ടാക്കലാണ്. അങ്ങനെ ഇതാ ഷെസാൻ്റെ ക്ലാസ് എവിടെ വരുന്നതാണ് 3rd ഫ്ലോറാണ് വരുന്നത്. ഞാൻ പറയാം. അങ്ങനെ ഷെസ ഇവിടെ ചേർന്നത് ഞാൻ പറഞ്ഞോളൂ നേരത്തെ ഷെസാൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെയെന്ന്. അങ്ങനെ ഓള് ഫുള്ള് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഇതാണ് ഷെസാൻ്റെ ക്ലാസ് വരുന്നത്. ഈ ചെക്കനും ഈ 2 പിള്ളേരില്ലേ ഓരെല്ലാം ഓളക്കന്നെ മുന്നേ ഉണ്ടായത്. അങ്ങനെ ഉമ്മ ക്ലാസ്സിലാക്കിയിട്ടായിട്ട് നേരെ അവിടുന്ന് വന്നു സ്കൂളിൽ നിന്ന് വന്നു. ഇതാണ് ഷെസാൻ്റെ സ്കൂൾ ഗ്രൗണ്ട് വരുന്നത്. അങ്ങനെ ഷെസാനെ സ്കൂളിലാക്കി സേറിഷിനെ സ്കൂളിലാക്കിയിട്ട് ഉമ്മാൻ്റെ നേരെ റിട്ടേൺ ആയി പൊരിക്കേക്ക്. പൊരിക്ക് റിട്ടേൺ ആകുമ്പോൾക്ക് എനിക്ക് എൻ്റെ ക്ലാസ് കഴിഞ്ഞു. എനിക്ക് 12:30 ആ സമയത്ത് തന്നെ എനിക്ക് വിട്ടി. അങ്ങനെ വിട്ടിട്ടായിട്ട് ഷെസാൻ്റെ സ്കൂളിലേക്ക് അതിലേ പോയി. എന്തായാലും അഡ്മിഷൻ്റെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാനല്ലേ പോയത്. അങ്ങനെ ഉമ്മ എന്നെ കൂട്ടാൻ വന്നിട്ട് ആകുമ്പോൾ നേരെ ഉമ്മ അടുക്ക് പോകുമ്പോൾ ഞാനും പോയി. അങ്ങനെ ഞാനിതാ ഷെസാൻ്റെ ക്ലാസ്സിലേക്ക് അപ്പോൾ പോയി. അങ്ങനെ അഡ്മിഷൻ്റെ എല്ലാം ശരിയാക്കിയിട്ടായിട്ട് നേരെ പെറ്റ് ഷോപ്പിൽ പോയി പൂച്ചക്ക് ലിറ്റർ വാങ്ങാനാണ്. അങ്ങനെ ലിറ്റർ വാങ്ങിയിട്ടായിട്ട് നല്ലോണം താഴ്ചിട്ടുണ്ടായിരുന്നു വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക്. അങ്ങനെ അവിടുന്ന് കോക്ടെയിലെല്ലാം കുടിച്ച് ഞാനിപ്പോൾ കുടിക്കുന്ന സ്ഥലമില്ല. അവിടുന്ന് കോക്ടെയിൽ കുടിച്ച് പിന്നെ ആമാൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ടാകുമ്പോൾ ആമാൻ്റെ മുകളിലാണ്
നീയാങ്കാടുന്ന് ഫ്ലവറെല്ലാം പറിച്ച. അങ്ങനെ ഒരു 4-5 മണിയായിന്. കുറച്ച് ഒരു 5:30 എല്ലാം ആകുമ്പോൾ ഷെസ വന്നിട്ടാണ് സ്കൂളിൽ നിന്ന്. അങ്ങനെ ഷെസ വന്നിട്ട് സ്കൂളിലത്തെ കുറേ കഥ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെയും പർച്ചേസിൻ്റെ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞത്. ചെറിയ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രം വീഡിയോ വലുതായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.